ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചിനെ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാകും. അത് കഴിഞ്ഞാൽ ഹലോ ഗേസ്, ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച, അതോടൊപ്പം തന്നെ വേദനിപ്പിച്ച, തുല്യതയില്ലാത്ത ഒരു നരഹത്യയാണ് യഥാർത്ഥത്തിൽ ആ അമ്മ ചെയ്തത്. ചെങ്ങമനാട്, ആ ചെങ്ങമനാട് എന്ന പ്രദേശത്ത് ആ ഒരു സ്വന്തം തറവാട്ട് വീട്ടിൽ തന്നെ നോക്കണം. ഈ പറയുന്ന കല്യാണി എന്നു പേരായ ഈ ചെറിയ കൊച്ച്, ഈ 4 വയസ്സുകാരി സ്വാഭാവികമായിട്ടും എവിടെയാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും തറവാട്ട് വീട്ടിലാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടാവുക. നമ്മുടെ കുട്ടികളൊക്കെ സാധാരണ നമ്മളൊക്കെ ഒരു ചെറിയ വീട് വെച്ച് പുറത്തേക്ക് വന്നാലും ഇവരൊക്കെ കഴിയുന്നത് ഒരു കോമ്പൗണ്ട് വാർഡിനകത്താണ്. എന്ന് പറയാൻ ചെറിയ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഏട്ടൻ്റെയും അനുജൻ്റെയും ഒക്കെ എല്ലാവരുടെയും ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചേരി പോലെയാണ് ആ കുടുംബക്കാർ. അപ്പോൾ അതോടൊപ്പം ഈ കുട്ടികൾ അങ്ങോട്ട് പോകും, ആ കുട്ടികൾ ഇങ്ങോട്ട് പോരും, എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികൾ എന്നൊരു സിസ്റ്റവുമില്ലാതെ കഴിയുകയാണ് യഥാർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സന്ധ്യയുടെ ഭർത്താവുമായിട്ട് നല്ല നിലയിലാണ് എന്ന് പറഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ ഈ സന്ധ്യക്ക് മനോരോഗമുണ്ട് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ മനോരോഗിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണോ അതും അറിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ ആളുകൾ ഒരിക്കലും ഈ സന്ധ്യക്ക് മനോരോഗമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തനിക്ക് ഈ അച്ഛനില്ലാത്ത, അച്ഛൻ നേരം എപ്പോഴും വൈകിട്ടാണ് വരിക, രാവിലെ പോകും. സ്വാഭാവികമായിട്ടും ഈ ഭാര്യയോട് നല്ല ബന്ധത്തിലൊന്നുമല്ല കഴിഞ്ഞുകൂടുന്നത്. ആലോചിച്ചോളൂ. ഇപ്പോൾ അയാൾ പറയുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. പക്ഷെ ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ഭർത്താവ് പുതിയ ഒരു കല്യാണത്തിന് വേണ്ടി ശ്രമിക്കുകയും, അപ്പോൾ അതൊക്കെ കൂടെ ആലോചിച്ചപ്പോൾ എൻ്റെ ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിത്തീരും, അപ്പോൾ അതുകൊണ്ട് കുട്ടി കഷ്ടപ്പെടരുത് എന്ന നിലക്കാണ് ഞാൻ ഈ കുട്ടിയെ ഇല്ലാതാക്കിയത്. ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചിനെ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാകും. അത് കഴിഞ്ഞാൽ അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അപ്പോൾ സത്യത്തിൽ ഈ കുട്ടിക്ക് ആരുമില്ലാതെ വരുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ അമ്മ തന്നെ ഒളിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു കുടുംബത്തിൽ ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന ഈ സ്ത്രീ സ്വാഭാവികമായിട്ടും ഭർത്താവുമായിട്ട് ഒരു അകന്ന രീതിയിലാണ് കഴിയുന്നത്. അതോടൊപ്പം തന്നെ അടുത്താണ് കഴിയുന്നത് എന്ന് നമുക്ക് പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ ലൈംഗികമായോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല കഴിയുന്നത്. അങ്ങനെ വരുന്ന സ്ത്രീ, അവൾ ഒരു യുവതിയായിട്ടുള്ള സ്ത്രീയൊക്കെ തന്നെയാണ്. അപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സ്ത്രീക്കുമുണ്ട്. ഈ സമയത്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ആ സമയത്തും ആസ്ഥാനത്തുമൊക്കെ കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ വീട്ടിൽ പ്രധാനമായിട്ടും ഈ 4 വയസ്സുകാരിയായ ഈ പെൺകൊച്ചും ഈ സ്ത്രീയും ഉണ്ടാകുമ്പോൾ കൂട്ടിന് വന്ന് കിടക്കുന്നത് ഈ ഭർത്താവിൻ്റെ സഹോദരനാണ്. നമുക്കൊക്കെ ആലോചിച്ച് നോക്കാം, 2 പേർക്കും വൈകാരിക മൂർച്ചയുള്ളവർ തന്നെയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? അങ്ങനെ അത് ഏകദേശം 1.5 കൊല്ലത്തോളമായിട്ട് ഈ പറയുന്ന ചെറിയച്ഛൻ എന്ന് പറയുന്ന ചെറുക്കൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നം അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തായാലും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവുമാണുള്ളത്. ഈ 2 ന്യൂട്രും ഫേസും കൂടെ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അറിയുകയും ഇനി മനോവ്യത ഇല്ല എന്ന് പറയുന്നു, മനോവ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെ ഞങ്ങൾക്കൊക്കെ വലിയ സ്നേഹമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ അച്ഛൻ തന്നെയാണ് ഈ സംഭവത്തിന് മുഴുവൻ ഉത്തരവാദി. ഈ കുടുംബനാഥനായിട്ടുള്ള ഈ സുഭാഷിൻ്റെ അഥവാ ഈ പറയുന്ന ഇപ്പോൾ ഈ കുട്ടിയെ തീർത്തിട്ടുള്ള, ഈ കുട്ടിയെ തുടരെ പീഡിപ്പിച്ചിട്ടുള്ള അഥവാ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഈ പറയുന്ന ഈ ചെറിയ അച്ഛനക്ക് ഇതിനൊക്കെ പ്രോത്സാഹനം നൽകി, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ആരാണ് യഥാർത്ഥത്തിൽ വളർത്തേണ്ടത്? യഥാർത്ഥത്തിൽ അമ്മയാണ് വളർത്തേണ്ടത്. മാത്രമല്ല, ഏകദേശം വളർന്നു വരുന്ന ഒരു പെൺകൊച്ച്, പക്ഷേ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ചിന്തിക്കാനൊന്നുമില്ല, ചെറിയച്ഛന്മാരുടെ കൈകളിലാവാം,
അല്ലെങ്കിൽ വേറെ ചെറിയ വലിയ മറ്റേ മൂത്ത ഏട്ടൻ്റെ മക്കളുടെ കൈകളിലാവാം, ഒക്കെ ആവാം. അതൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമുള്ള ഇല്ല. പക്ഷേ ഈ വ്യക്തി ഇത് തുടരെ ചെയ്യുന്നതായിട്ട് ഈ അമ്മ അറിയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്നിട്ട് പോലും ഈ അമ്മക്ക് വ്യക്തിപരമായി അഥവാ ശക്തമായിട്ട് തൻ്റെ ഈ ഭർത്തൃ സഹോദരനോട് താക്കീത് ചെയ്യാനോ നോക്കുക. മാത്രമല്ല, എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഫ്രഷായിട്ടുള്ള ഇഞ്ചുറീസ് പോലും ഈ പെൺകുട്ടിയുടെ ഗുഹ്യഭാഗങ്ങളിൽ ഏറ്റിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ. എന്ത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇതിനു മുമ്പ് തന്നെ ഈ അമ്മ സന്ധ്യ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കൽ വിഷം കൊടുത്തോ മറ്റോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, ഈ പെൺകുട്ടിയുമായിട്ട് ഈ അമ്മ നല്ല ടേംസിലല്ല. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ബുദ്ധിപരമായി കുറച്ചിലുണ്ട്, അല്ലെങ്കിൽ മനോഗതിക്ക് വ്യതിയാനമുണ്ട്. തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഈ ഭർത്താവ് പറയുന്നത്. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെയും ഈ പെൺകുട്ടിക്ക് ഈ അമ്മയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന അച്ഛൻ അറിയുന്നുണ്ട്. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത്, ഞാൻ എൻ്റെ ഭർത്താവ് പുതിയ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നത്. എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടായി. ഇനി എൻ്റെ ഈ കുട്ടിയെ ആരും നോക്കൂ. ഇതൊക്കെ വെറുതെ പറയാം. എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ അച്ഛൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ മകൾക്ക് വേണ്ടത്ര വളർന്നു വരേണ്ട ഒരു വലിയ കുട്ടിയായി, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ബാല്യകാലം പിന്നിട്ടു, പിന്നെ എന്താ പറയുക, യുവതിയായി തീരും, പിന്നീട് ഒരു കല്യാണം നടത്തണം, അല്ലേ? അപ്പോൾ എപ്പോഴും നമുക്ക് 4 കണ്ണ്, 2 കണ്ണല്ല, പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് 4 കണ്ണുണ്ടാവണം. കാരണം ആ കുട്ടിയെ സംരക്ഷിച്ച് നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുവോ അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പെൺകൊച്ചിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഈ അച്ഛൻ ഞാനൊന്നും അറിയും വല്ലാതെ സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ അഭിനയിക്കുകയും ഒക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ പോലീസ് വന്ന് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ കരയുകയും അഭിനയിക്കുകയും പ്രത്യേക ക്യാരക്ടറൊക്കെ കാട്ടിക്കൂട്ടും. അതിപ്പോൾ നമ്മളെല്ലായിടത്തും ഓരോ സദസ്സുകളിൽ കാണാം. ഒട്ടനേകം കുറ്റവാളികൾ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. കുറ്റവാളികളായിരിക്കും യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യഗ്രതയോടെ ഓടി നടക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സങ്കടകരമായ ഒരു ആർട്ടിഫിഷ്യലായ ഒരു കൃത്രിമമായ അഭിനയമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കല്യാണി എന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ കാട്ടിക്കൂട്ടുന്ന പ്രത്യേക വൈകൃതങ്ങളൊക്കെ. അതിപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്. 2 ആണ് പൂശി കൊടുത്താലൊക്കെ തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അത്. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ മുഖ്യ കണ്ണി ഈ നമ്മുടെ കുടുംബത്തിൽ സത്യത്തിൽ ആരാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരേണ്ടത്? ആ കുട്ടികളുടെ ഭാവിയിലുള്ള ശ്രദ്ധ മാത്രമല്ല, എൻ്റെ ഭാര്യ ഒരു മാനസിക വൈകൃതമോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ക്ഷിപ്രകോപിയാണെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വയലൻ്റ് ആകുന്ന എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ വേണ്ടത്ര കെയർ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ അച്ഛനായിരുന്നു ഒരു മുൻകൈ എടുത്ത് ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത്. മാത്രമല്ല, ഇതൊക്കെ ഈ വീടിനുള്ളിൽ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൻ്റെ ഈ മകളെ ഇപ്പോൾ യാതൊരു തരത്തിലും ശ്രദ്ധിക്കാതെ നോക്കണം. ഇപ്പോൾ പഴി മുഴുവനും ആർക്കാണ് യഥാർത്ഥത്തിൽ സന്ധ്യക്ക് മാത്രം കൊടുത്താൽ പോരെ പഴി. എന്തുകൊണ്ടെന്നാൽ സന്ധ്യക്ക് ഈ സാഹചര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ കുടുംബനാഥനായിട്ടുള്ള ഈ സുഭാഷ് എന്ന സഹോദരൻ്റെ ഏട്ടൻ ആയിട്ടുള്ള ഈ സന്ധ്യയുടെ ഭർത്താവാണ്. യാതൊരു സംശയവുമില്ല. എല്ലാ നിലക്കും 100% ഫാൾട്ട് ഈ പറയുന്ന പെൺകൊച്ചിൻ്റെ അച്ഛൻ്റെ തലയിൽ തന്നെയാണ്. യാതൊരു സംഗതിയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയായിരിക്കാം യഥാർത്ഥത്തിൽ ഈ കുട്ടി ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന ഒരു എന്താ പറയുക, എല്ലാത്തിനും കീഴ്പ്പെട്ട് കൊടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അച്ഛൻ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ പെൺകൊച്ചും കൂടെ അങ്ങോട്ട് പോയാലല്ലേ ഇപ്പം ഈ പെണ്ണ് പറയുന്നത് ശരിയാണെങ്കിൽ, തൻ്റെ ആദ്യ ഭാര്യ പറയുന്നത് ശരിയാണെങ്കിൽ ആ പെൺകൊച്ചുകൂടെ ഇല്ലാതായെങ്കിലാണല്ലോ തനിക്ക് ഒരു പുതിയ ഭാര്യയുമായിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന ഒരവസ്ഥ അദ്ദേഹം ഒരു പക്ഷേ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ഈ സ്ത്രീ സ്വാഭാവികമായിട്ട് സ്വപ്നം കണ്ടതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് സ്വപ്നം കണ്ടിട്ടുണ്ടാകും തനിക്ക് നല്ല ഒരു ജീവിതം വരാൻ, താൻ ഇനി ഏതായാലും ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഈ മകള് ഒരു തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മകള് എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പെണ്ണ് എനിക്ക് ഇനി ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഈ അച്ഛൻ്റെ മനസ്സിലും കടന്നു വന്നത് തന്നെയാണ്
യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവത്തിന് പിന്നിൽ നമുക്കൊക്കെ അറിയാമത് ഇത്തരത്തിലുള്ള ഒരു നല്ല നല്ലൊരു കുടുംബാന്തരീക്ഷമല്ലാത്ത രീതിയിൽ വളരുന്ന തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത് അച്ഛൻ എന്ന നിലക്ക് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. യാതൊരു സംശയവുമില്ല. നമ്മൾ എവിടെ നോക്കിയാലും പ്രധാന പ്രത്യേകത എവിടെയാണ്? ഇത്തരത്തിലുള്ള വൈകൃതം കുടുംബത്തിലുണ്ട് എന്ന് ബോധ്യമായാൽ പ്രത്യേകിച്ച് ആ അച്ഛൻ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്ത് മലക്കം മറിഞ്ഞിട്ടും എന്ത് കണ്ണീരൊഴുക്കിയിട്ടും കണ്ണ് തുടച്ചിട്ടും ഒന്നും കാര്യമില്ല. കാരണം എനിക്ക് പറയാനുള്ളത് ഈ അച്ഛനെയാണ് യഥാർത്ഥത്തിൽ. എന്നാൽ മാത്രമേ ഭാവി തലമുറക്ക് പോലും പാഠമാവണമെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുത്തി തീർക്കുകയാണ്. ആ വരുത്തി തീർക്കുന്നതിൻ്റെ ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ ഈ അച്ഛൻ തന്നെയാണ്. അച്ഛന് എത്രപ്പോരം വഴികളുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ. തനിക്ക് ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഭാര്യയ്ക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനുള്ളതെങ്കിൽ, കുടുംബാന്തരീക്ഷമുള്ളതെങ്കിൽ ആ പെൺകൊച്ചിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഭയവിഹ്വലതയും വേണ്ടിയിരുന്നത് ആ അച്ഛനായിട്ടുള്ള ആ ചങ്ങാതിക്കാണ്. ഒന്നുകിൽ അയാൾക്ക് വളർത്താൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ വളർത്താമായിരുന്നു. കാരണം ഇന്ന അവസ്ഥ കൊണ്ടാണ് ഞാൻ ഈ പെൺകുട്ടിയെ ഈ അനാഥാലയത്തിൽ കൊണ്ടുവരുന്നത് എന്ന് അയാൾക്ക് പറഞ്ഞുകൊണ്ട് സുരക്ഷിതമായ ഒരു ജീവിതം ആ പെൺകുട്ടിക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അത് ചില കുടുംബങ്ങൾ അങ്ങനെയാണ്. കാരണം നമ്മൾ അനാഥാലയത്തിൽ ചേർക്കുന്നതോടുകൂടെ നമ്മളുടെ കുട്ടീനെ നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് അതൊരു മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ദുരഭിമാന ബോധവും ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇയാൾക്ക് വേറെയും പല പരിപാടികളുണ്ട്. അയാൾക്ക് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരെ കല്യാണം ചെയ്ത് അയച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. ആ സഹോദരിമാരെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ പല രീതിയിലും ഈ സാഹചര്യത്തിൽ നിന്ന് ഇതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. ഈ സഹോദരൻ കാലങ്ങളായിട്ട് ഈ വീട്ടിൽ വരികയും കിടക്കുകയും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യൂട്രൽ ഫേസും ഉണ്ടായാൽ എന്താ സംഭവിക്കുക? പ്രവാചകനായ തിരുമേനി പറഞ്ഞ ഒരു വലിയ സംഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉപ്പയും മകളും തനിച്ചായാൽ അവിടെ മൂന്നാമത് പിശാച് വരും. ഒരു ഉമ്മയും മകനും തനിച്ചായാൽ അവിടെ മൂന്നാമത് പിശാച് വരും. ഒരു സഹോദരനും സഹോദരിയും തനിച്ചായാൽ അവിടെ മൂന്നാമത് പിശാച് വരും. ഇത് എല്ലാവരുടെയും പ്രവാചകനാണ്, മുസ്ലിങ്ങളുടെ മാത്രമല്ല. അടിസ്ഥാനപരമായ താത്വികമായ ഒരു നിർദ്ദേശമാണത്. അതൊക്കെ ഉൾക്കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കുടുംബത്തിന് ഭദ്രമായ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും മാത്രമല്ല, ഇത്തരത്തിൽ ഉള്ള ഈ സംഭവങ്ങൾ മേലിലെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കുകയും കുടുംബം ശ്രദ്ധിക്കുകയും കുടുംബനാഥന്മാർ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.